ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ച 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒറ്റപ്പെട്ടുപോയ നിരവധി മനുഷ്യർക്ക് സാന്ത്വനത്തിന്റെ തണലായി മാറിയ ഒരു ഡോക്ടറുണ്ട് വാണിയംകുളത്ത്. ഡോക്ടർ MK ഹേമചന്ദ്രനാണ് അനേകം കിടപ്പു രോഗികൾക്ക് ആശ്രയമായി മാറുന്നത്. പാലക്കാട് ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ MK ഹേമചന്ദ്രൻ ഇപ്പോഴും കർമ്മനിരതനാണ്. കിടപ്പ് രോഗികളുടെ വീടുകളിൽ നിന്നും വിളിയെത്തിയാൽ വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവർത്തകർക്കൊപ്പം ഡോക്ടർ രോഗികൾക്കരികിൽ ഓടിയെത്തും. സാന്ത്വനത്തിന്റെ നിഴലായി രോഗികളെ പരിചരിക്കും. പുഞ്ചിരിക്കുന്ന ജനകീയ മുഖമാണ് ഡോക്ടറുടേത്. 2018-ൽ തന്റെ കർമ്മമേഖലയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും ഡോക്ടർ ഇപ്പോഴും കർമ്മമണ്ഡലത്തിൽ സജീവമാണ്. 100ഓളം കിടപ്പു രോഗികളുള്ള വാണിയംകുളത്തെ പാലിയേറ്റീവ് സംഘത്തോടൊപ്പം ആഴ്ചയിൽ 2 ദിവസം ഡോക്ടർ രോഗികളെ സന്ദർശിക്കാനെത്തും. പ്രതിഫലങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാറില്ല എന്നത് മാത്രമല്ല, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി തന്റെ വരുമാനത്തിലെ ഒരു പങ്ക് നീക്കിവെക്കാറുണ്ട് ഡോക്ടർ. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വീണുപോകുന്നവർക്ക് സഹജീവികളാൽ ആകുന്നത് ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് സേവനത്തിന് പിന്നിലെന്നാണ് ഡോക്ടർ പറയുന്നത്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വീണുപോകുന്ന മനുഷ്യർക്ക് നമ്മളാലാകുന്ന, സഹജീവികളാലാവുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ സമൂഹത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം. കാരണം അണുകുടുംബങ്ങൾ എന്ന ഒരു തരം വ്യാപത്തെന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും അധികം ബന്ധുക്കളില്ലാതാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ നാട്ടുകാർ തന്നെ ബന്ധുക്കളായി മാറുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.